ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ബക്കൗണ്ട് സീരീസിലെ നാലാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് എന്താണ് ക്രോസ് സൈഡ് സ്ക്രിപ്റ്റിംഗ് വൾനറബിലിറ്റി, എങ്ങനെ ആ വൾനറബിലിറ്റി നമുക്ക് ഫൈൻഡ് ചെയ്യാം, അതിനുശേഷം ആ വൾനറബിലിറ്റി എങ്ങനെ ഒഴിവാക്കാമെന്ന് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രോസ് സൈഡ് സ്ക്രിപ്റ്റിംഗ് വൾനറബിലിറ്റി തന്നെ മറ്റൊരു രീതിയിൽ എക്സ്പ്ലോർട്ട് ചെയ്യാൻ പോവുകയാണ്. അതെ, ഇതാണ് സ്റ്റോർഡ് എക്സസസ്. അന്ന് പഠിച്ചത് റിഫ്ലക്റ്റ് എക്സസസ്. ഈ വീഡിയോയിൽ എങ്ങനെയാണ് സ്റ്റോർഡ് എക്സസസ് വൾനറബിലിറ്റി ഫൈൻഡ് ചെയ്യുന്നതെന്നുള്ള പ്രാക്ടിക്കൽ സെഷനും അതിനെക്കുറിച്ചുള്ള തിയറി സെഷനും ഞാൻ എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമേ നമുക്ക് എന്താണ് സ്റ്റോർഡ് എക്സസസ് വൾനറബിലിറ്റി എന്ന് മനസ്സിലാക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ പ്രാക്ടിക്കലിലേക്ക് കിടക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു വെബ്സൈറ്റ് ആണെന്ന് കരുതുക. ഈ ഒരു വെബ്സൈറ്റിലുള്ളത് റിവ്യൂ, അതായത് ഒരു കസ്റ്റമറുടെ റിവ്യൂ എൻ്റർ ചെയ്യാനും ആ കസ്റ്റമറുടെ പേര് എൻ്റർ ചെയ്യാനുള്ള ഒരു ഫോമാണ്. ഇവിടെ നമുക്ക് നമ്മുടെ റിവ്യൂ കൊടുക്കാം. എക്സലൻറ്റ്, നീഡ് ഇംപ്രൂവ്മെൻറ്റ്, അങ്ങനെ എന്ത് റിവ്യൂ വേണമെങ്കിലും കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ പേരും കൊടുത്ത് ഈ ഫോം സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഫോമിൽ ഇപ്പോൾ കൊടുത്ത റിവ്യൂ ഇവിടെ പ്രസൻ്റ് ആയി വരും. ഇതാണ് ഈ ഒരു ഫോമിൻ്റെ യൂസ്. എന്നാൽ ഇവിടെ അറ്റാക്കർ എന്ത് ചെയ്യും? അറ്റാക്കർ ഒരു മലീഷ്യസ് പേലോഡ് ഇതിലേക്ക് ഇൻജെക്റ്റ് ചെയ്യും. ഈ പേലോഡ് ഇവിടെ ഒരു ഫോം വാലിഡേഷൻ, അതായത് എൻ്റർ ചെയ്യുന്ന കണ്ടന്റ് എന്താണെന്ന് ഈ ഒരു പ്രത്യേക ഫോമിൽ ഒരു വാലിഡേഷൻ നടക്കുന്നില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പേലോഡ് എന്താണോ അത് അതേപോലെ അക്സെപ്റ്റ് ചെയ്യുകയും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ഈ വൾനറബിലിറ്റി നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പോകുന്നത്. മുമ്പ് നമ്മൾ ചെയ്തപ്പോൾ ഒരു URL-ലേക്കായിരുന്നു നമ്മൾ പേലോഡ് ഇൻപുട്ട് ചെയ്തത്. ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തായിരിക്കും റിഫ്ലക്റ്റഡിൻ്റെയും സ്റ്റോർഡ് എക്സസിൻ്റെയും വ്യത്യാസമെന്ന് പെട്ടെന്ന് മനസ്സിലാകാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി വ്യക്തമായിട്ട് പറയാം. ലാസ്റ്റ് ടൈമിൽ നമ്മൾ ഒരു സെർച്ച് ബാറിലേക്കാണ് ഒരു പേലോഡ് എൻ്റർ ചെയ്തത്. അതായത് ഒരു സെർച്ച് ഫീൽഡിലോട്ട് നമ്മൾ പേലോഡ് ഇൻജെക്റ്റ് ചെയ്തു. ഇവിടെയും അത് തന്നെയല്ല ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇച്ചിരിയും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ്. ലാസ്റ്റ് ടൈമിൽ ഒരു സെർച്ച് ബാറിൽ നമ്മൾ പേലോഡ് ഇൻജെക്റ്റ് ചെയ്യുകയും അത് URL റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്തു. അത് നമ്മൾ ഒരു വിക്ടിമിന് അയച്ചു കൊടുക്കുമ്പോൾ ആ ഒരു പേലോഡ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുകയും അത് വിക്ടിമിൻ്റെ URL കാണിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് അതിനെ റിഫ്ലക്റ്റഡ് എക്സസസ് എന്ന് പറയാൻ കാരണം. എന്നാൽ ഈ ഒരു കേസിൽ അങ്ങനെയല്ല. നമ്മൾ ചെയ്യാൻ പോകുന്ന വൾനറബിലിറ്റിയുടെ പേര് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സ്റ്റോർഡ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് വൾനറബിലിറ്റി. ഇവിടെ എന്തുകൊണ്ടാണ് ഇതിന് സ്റ്റോർഡ് എന്ന് പറയാനുള്ള കാരണം? ഇവിടെ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ ഒരു ടെമ്പററി ഫീൽഡിലേക്കല്ല, അതായത് മുമ്പ് നമ്മൾ ചെയ്ത സെർച്ച് ബാർ പോലെയുള്ള ടെമ്പററി ഫീൽഡിലേക്കല്ല നമ്മൾ ഇപ്പോൾ ഇൻപുട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് പകരം ഒരു സെർവറിൽ തന്നെ സേവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഇപ്പോൾ കൊടുക്കുന്ന റിവ്യൂ, ആ റിവ്യൂ ഈ ഒരു ഫീൽഡിൽ ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ, അതിവിടെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് സെർവറിലേക്ക് സേവ് ചെയ്യപ്പെടും. ഓരോ തവണയും ഒരു വ്യക്തി ഈ ഒരു പേജ് വിസിറ്റ് ചെയ്യുമ്പോൾ ആ പേലോഡ് പിന്നെയും എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് സ്റ്റോർഡ് ആക്സസിൻ്റെ ഇഷ്യൂ. ലാസ്റ്റ് ടൈമിൽ നമ്മളത് ഒരു സെർച്ച് ബാറിലോ URL-ലോ ആണ് റിഫ്ലക്റ്റ് ചെയ്യിച്ചത്. എന്നാൽ ഇത്തവണയാണെങ്കിൽ എപ്പോൾ ഒരു യൂസർ അത് വിസിറ്റ് ചെയ്യുന്നോ, ഇപ്പോൾ നിങ്ങളൊരു ഫ്രണ്ട് ഇട്ട കമൻറ്റ് നിങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ നിങ്ങളിട്ട പേലോഡിൽ ആര് ക്ലിക്ക് ചെയ്യാനും അവരെല്ലാം വിക്ടിമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സ്റ്റോർഡ് എക്സസസ്. ഈ പറയുന്ന റിവ്യൂ ഫോമിൽ തന്നെ ആവണമെന്നില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇൻറ്റേർണലി അയക്കാൻ പറ്റിയ ഒരു മെസ്സേജിങ് അല്ലെങ്കിൽ മെയിൽ ഫീൽഡ് ആണെങ്കിലും നിങ്ങൾക്കൊരു ഡാറ്റ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യാൻ പാകത്തിനുള്ള എന്ത് ഫീൽഡാണെങ്കിലും ഇതേ വൾനറബിലിറ്റി അവിടെ ഉണ്ടോ ഇല്ലയോ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും സ്റ്റോർഡ് എക്സസസ് വൾനറബിലിറ്റി എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള പ്രാക്ടിക്കൽ സെഷൻ നോക്കാം. നമ്മളിവിടെ കാണുന്നത് ഒരു വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൽ നമുക്ക് പല പ്രൊഡക്ട്സിനെ കുറിച്ച് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ പ്രൊഡക്ട്സിൻ്റെ എല്ലാം ഒരു റിവ്യൂ കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ ഉണ്ട്. ഈ ഒരു ഫീൽഡിൽ നമുക്ക് എന്ത് വേണമെങ്കിലും എൻ്റർ ചെയ്യാം. ഇതിന് മുമ്പ് ആരോ കൊടുത്ത കമൻറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതേപോലെ നമുക്ക് നമ്മുടേതായ അഭിപ്രായം ഇവിടെ എൻ്റർ ചെയ്യാം. ഇവിടെ ഞാൻ ഈ ഒരു ഫോമിൽ ആവശ്യപ്പെട്ട എല്ലാ ഇൻഫർമേഷനും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് സബ്മിറ്റ് ചെയ്യുകയാണ്. സോ നമ്മുടെ കമൻറ്റ് ഇവിടെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കൊടുത്ത കമൻറ്റ് അതേപോലെ കാണിക്കുന്നുണ്ട്.
നമ്മൾ കൊടുത്ത കമൻറ്റ് അതേപോലെ ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ കൊടുത്ത കമൻറ്റ് ഈ ഒരു HREF ടാഗിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഒരിക്കൽ കൂടി ട്രൈ ചെയ്ത് നോക്കാം. ഇത്തവണ നമ്മൾ ചെയ്യാൻ പോകുന്നത് കമൻറ്റിന് പകരം ഒരു പേലോഡ് എഡിറ്റ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ഇൻപുട്ട് ചെയ്ത കമാൻഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞ ആ ഒരു പോപ്പ് ഇവിടെ കാണിക്കുന്നു. ഇനിയും എപ്പോഴൊക്കെ ഒരു യൂസർ ഈ ഒരു പേജ് വിസിറ്റ് ചെയ്താലും ഈ ഒരു കമൻറ്റ് ഇവിടെ കാണിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് സ്റ്റോർഡ് എക്സ് എന്ന് പറയുന്ന വൾനറബിലിറ്റി. ഈ ഒരു വൾനറബിലിറ്റി കാരണം നമ്മൾ ഈ മലീഷ്യസ് പേലോഡിനെ ഇവിടെ ഇൻപുട്ട് ചെയ്യാൻ പറ്റി. അത് കൂടാതെ അതിവിടെ സേവ് ആവുകയും ചെയ്തു. ഇനി എപ്പോഴൊക്കെ ഒരു യൂസർ ഇത് വിസിറ്റ് ചെയ്താലും ഇങ്ങനെ അലേർട്ട് വന്നുകൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ കാണുന്നത് മറ്റൊരു വെബ്സൈറ്റാണ്. ഇവിടെയും ഇതേപോലൊരു വൾനറബിലിറ്റി ഉണ്ട്. എന്നാൽ നമ്മളിപ്പോൾ ചെയ്തതല്ലാതെ മറ്റൊരു രീതിയിൽ ചെയ്താലേ ഈ ഒരു വൾനറബിലിറ്റി നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എക്സസ് വൾനറബിലിറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു പേരോട് എക്സിക്യൂട്ട് ആയില്ല എന്ന് കരുതി അവിടെ ആ ഒരു വൾനറബിലിറ്റി ഇല്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്. മറ്റൊരു പേരോട് ട്രൈ ചെയ്ത് നോക്കേണ്ടി വരും. ഫസ്റ്റ് വീഡിയോ തന്നെ ഞാൻ എങ്ങനെയാണ് ഒരു ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് വൾനറബിലിറ്റി മൾട്ടിപ്പിൾ പേരോഡ്സ് വെച്ച് ട്രൈ ചെയ്ത് നോക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ ഞാൻ മുമ്പ് കൊടുത്തതുപോലെ തന്നെ ഒരിക്കൽ കൂടി സ്ട്രിങ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഒരിക്കൽ കൂടി ഈ ഒരു പോസ്റ്റ് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ കമൻറ്റ് അതേപോലെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് മുമ്പേ കൊടുത്ത അതേ പേരോട് ഒരിക്കൽ കൂടി കൊടുത്തു നോക്കാം. അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമുക്കറിയാമല്ലോ. ഇവിടെ ഞാൻ മുമ്പ് കൊടുത്ത അതേ പേരോട് ഒരിക്കൽ കൂടി കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു പേരോട് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുമോ ഇല്ലയോ എന്ന് കണ്ടു നോക്കാം. നമ്മൾ ഇൻപുട്ട് ചെയ്ത കമൻറ്റ് അതേപോലെ അക്സെപ്റ്റ് ചെയ്തു. എന്നാൽ മുമ്പത്തെ പോലെ ഈ ഒരു ലാബ് കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞ് പോപ്പപ്പോ അതേപോലെ തന്നെ യാതൊരു തരത്തിലുള്ള പോപ്പപ്പ് മെസ്സേജസോ വന്നിട്ടില്ല. അതിനർത്ഥം ഈ ഒരു ഫീൽഡിലെ ഇഷ്യൂ അവർ സോൾവ് ചെയ്തിരിക്കുകയാണ്. ഇതേ വൾനറബിലിറ്റി ഇനിയുള്ള ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഫീൽഡിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതേ വൾനറബിലിറ്റി ഈ ലാസ്റ്റ് കാണുന്ന വെബ്സൈറ്റ് ഫീൽഡിൽ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഞാൻ സ്ക്രിപ്റ്റ് ടാഗ് ഒരിക്കൽ കൂടി കൊടുത്തിരിക്കുകയാണ്. എന്നാൽ ഇത്തവണയും അവിടെ വൾനറബിലിറ്റി ഒന്നും കാണിച്ചിട്ടില്ല. നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന സ്ക്രിപ്റ്റ് ടാഗ് വന്നിരിക്കുന്നത് ഒരു HREF ഫീൽഡിലാണ്. അതായത് ഒരു ഡബിൾ കോഡ്സിനുള്ളിലാണ് ഇത് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇത് എക്സിക്യൂട്ട് ചെയ്യാത്തത്. നമുക്കപ്പോൾ മറ്റൊരു പേരോട് ട്രൈ ചെയ്ത് നോക്കാം. സ്ക്രിപ്റ്റ് ടാഗിന് പകരം ഞാൻ മറ്റൊരു പേരോടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം ലാബ് സോൾവ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് യാതൊരു തരത്തിലുള്ള പോപ്പപ്പും വരുന്നില്ല. പക്ഷേ ലാബ് സോൾവ് ആയിട്ടുണ്ട്. നമുക്കത് എങ്ങനെയാണ് അവിടെ അഫക്റ്റ് ആയതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
ഇവിടെ ചെക്ക് ചെയ്ത് നോക്കൂ. നമ്മൾ മുമ്പ് എൻ്റർ ചെയ്ത സ്ക്രിപ്റ്റ് ടാഗ് ഈ ഡബിൾ കോട്ട്സിൽ വർക്ക് ആകില്ലായിരുന്നു. എന്നാൽ ഇപ്പോഴോ HREF ടാഗിനുള്ളിൽ ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് കൃത്യമായി അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് ഈ ലാബ് ഇപ്പോൾ സോൾവ് ആയി കിട്ടിയത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്താണ് സ്റ്റോർഡ് ക്രോസ് സൈറ്റ് സ്കിപ്പിംഗ് വൾനറബിലിറ്റി എന്ന് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്ത സെഷനിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം.